اللهم صل وسلم وبارك على حبيبك الأعظم وعلى آله ما دام الملوان الذي أزواجه اللاتي دخل بهن ولم يطلقهن 12 أما لأولي الإيمان اللهم صل وسلم وبارك على حبيبك الأعظم وعلى آله ما دام الملوان അല്ലാഹുവേ, നിന്റെ പ്രകീർത്തനവും രക്ഷയും സമൃദ്ധിയും നിന്റെ പരമോന്നത സ്നേഹിയായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടത്തോട് ബന്ധമുള്ളവർക്കും എക്കാലവും നീ നൽകണമേ. അല്ലദീ അസ്വാജുഹുല്ലാത്തി ദഖല ബിഹിന്ന, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട് കൂടിയ ഭാര്യമാർ, മുത്തുനബിയുടെ ഭാര്യമാർ എന്ന് പറയുമ്പോൾ ആ ഭാര്യമാരിൽ ധാരാളം ആളുകൾ ഉണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് ചെയ്യുകയും വീട് കൂടുന്നതിന് മുമ്പായി തന്നെ അവരുമായി വിട്ടുപിരിയുകയും ചെയ്ത ഭാര്യമാർ അങ്ങനെ പലരുമുണ്ട്. അവരെ നാം ഇവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ഇവിടെ പ്രതിപാദിക്കുന്നത് അസ്വാജുഹുല്ലാത്തി ദഖല ബിഹിന്ന, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് കൂടുകയും വലം യുതല്ലിഖുഹുന്ന, വീട് കൂടിയതിന് ശേഷം തൊലാഖ് ചൊല്ലിയ ഭാര്യമാരുമുണ്ട്. അവരെ കുറിച്ചും നാം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. മുത്തുനബി വീട് കൂടുകയും വലം യുതല്ലിഖുഹുന്ന, അവരോടുള്ള വിവാഹ ബന്ധം ഇരിക്കുകയും ചെയ്തിട്ടില്ല, തൊലാഖ് ചെല്ലുകയും ചെയ്തിട്ടില്ല. അപ്പൊ തൊലാഖ് ചെല്ലാതിരിക്കുകയും വീട് കൂടുകയും ചെയ്ത ഭാര്യമാർ 12 ഉമ്മൻ, 12 ഭാര്യമാരാണ്. ഉമ്മല്ലി ഉലിൽ ഈമാൻ, അവരെല്ലാവരും മുഅ്മിനീങ്ങൾക്കുള്ള മാതാക്കളാണ്, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ. അങ്ങനെയാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. മുത്തുനബിയുടെ ഭാര്യമാരോട് നാം ഒരു ഉമ്മയോട് പെരുമാറുന്നത് പോലെയുള്ള ബഹുമാനം, ആ ബഹുമാനത്തോടെയും ആ സ്നേഹത്തോടെയുമാണ് പെരുമാറേണ്ടത്. വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വഅസ്വാജുഹു ഉമ്മഹാതുഹു അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വിശ്വാസിയോടും അവന്റെ സ്വന്തം ശരീരത്തോട് ബന്ധപ്പെട്ടതിനേക്കാൾ കൂടുതൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വിശ്വാസിയോടും ബന്ധമുള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ കുറിച്ച് അല്ലാഹ് പറയാണ്, വഅസ്വാജുഹു, മുത്തുനബിയുടെ ഭാര്യമാർ ഉമ്മഹാത്തുഹും, അത് മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. മുത്തുനബിയുടെ ഭാര്യമാര് മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണെന്ന് പറഞ്ഞതിന്റെ വിവക്ഷ മുത്തുനബിയുടെ ഭാര്യമാരെ കാണാൻ പറ്റുമെന്നോ അവരെ സ്പർശിക്കാൻ പറ്റുമെന്നോ സ്പർശിച്ചാൽ വുളു മുറിയില്ല എന്നൊന്നും അതിനർത്ഥമില്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ സ്പർശിക്കലും അവരെ കാണലും എല്ലാം മറ്റു അന്യ സ്ത്രീകളെ കാണുന്നതിൻ്റെയും സ്പർശിക്കുന്നതിൻ്റെയും അതേ വിധിയാണ്. പിന്നെ എന്താണ് ഭാര്യമാർ, മുത്തുനബിയുടെ ഭാര്യമാർ ഉമ്മമാരാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ഉമ്മമാരാണെന്ന് പറഞ്ഞാൽ ഉമ്മമാരെ പോലെയാണ്. മുത്തുനബിയുടെ ഭാര്യമാർ സ്വന്തം ഉമ്മയെ വിവാഹം ചെയ്യാൻ പറ്റാത്തതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിന് ശേഷം പോലും മുത്തുനബിയുടെ ഭാര്യമാരെ വിവാഹം ചെയ്യാൻ ഒരിക്കലും പറ്റില്ല, ഒരു മുഅ്മിനും പറ്റില്ല. ഉപ്പ വഫാത്തായതിന് ശേഷം ഉപ്പയുടെ ഭാര്യയെ അല്ലെങ്കിൽ ഉമ്മയെ വിവാഹം ചെയ്യാൻ പറ്റാത്തതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ വിവാഹം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉമ്മയോട് ഉള്ള സ്നേഹ ബഹുമാനം, സ്നേഹാദരവുകൾ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട്, കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദരവുണ്ടാവുമ്പോൾ ആ അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പങ്കാളിയായ പത്നിമാർ, അവരോട് മുത്തുനബിയോടുള്ള ആ സ്നേഹവും ആദരവും അവരോടും ഉണ്ടാവണം.
ഖദീജത്തു ദാതു സകാഇം വബഹാഇം വഗുൻയാൻ. ആ ഭാര്യമാരിൽ പത്നിമാരിൽ ഒന്നാമത്തെ ആള് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഖദീജത്ത് ബിന്തു ഖുവൈലിദ്. ഖദീജ റളിയല്ലാഹു അൻഹയാണ് ഒന്നാമത്തെ ആൾ. ഖദീജ റളിയല്ലാഹു അൻഹ ദാതു സകാഇൻ, അവര് ബുദ്ധിമതിയായിരുന്നു, ദിഷണയുള്ള ആളായിരുന്നു. വബഹായിൻ, സൗന്ദര്യമുള്ള ആളുമായിരുന്നു. വഗുൻയാൻ, ധനികയുമായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ഒരു ഭാര്യക്ക് വേണ്ട എല്ലാ സവിശേഷതകളും, ബുദ്ധിയാണ് കാര്യമായി വേണ്ടത്. ആ ബുദ്ധിയും തൻ്റെ ഇടവും, അതുപോലെ സൗന്ദര്യവും, അതുപോലെ സാമ്പത്തിക ശേഷിയും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലായിരുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടം. ഖദീജ ബീവിയെ വിവാഹം ചെയ്യുന്ന സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാമ്പത്തികമായി വളരെ മോശമായ അവസ്ഥയിലാണ്. അപ്പം അന്നേരം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സഹായിക്കാൻ ഒരു ജീവിത പങ്കാളിയായി ആദ്യമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വരുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അവർ ധനികയായിരുന്നു. ഖുറൈശികളിൽ അല്ലെങ്കിൽ മക്കത്ത് വലിയ ബിസിനസ് നടത്തുന്ന ആളായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. വലിയ കച്ചവട സംഘങ്ങളെ ഇടയ്ക്കിടെ മക്കയുടെ ചുറ്റുഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് സിറിയയിലേക്ക് പറഞ്ഞയക്കുന്ന പതിവ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയ്ക്കുണ്ടായിരുന്നു. വസ്സഹീഹു അന്നഹു തസവ്വജഹ വലഹു 25 സന. പ്രബലമായ അഭിപ്രായം അനുസരിച്ച്, ശരിയായ അഭിപ്രായം അനുസരിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തസവ്വജഹ, ഖദീജ ബീബിയെ വിവാഹം ചെയ്യുന്നത് വലഹു 25 സന, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 25 വയസ്സാകുമ്പോഴാണ്. നല്ലൊരു യുവാവായി സാധാരണഗതിയിൽ വിവാഹം ചെയ്യുന്ന പ്രായമാണ് 25 വയസ്സ് എന്ന് പറയുന്നത്. ആ 25 വയസ്സിലാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതിൽ വിമർശകർക്ക് എന്ത് പറയാനുണ്ട്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വികാരജീവിയായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈവാഹിക ജീവിതങ്ങളെക്കുറിച്ച്, വൈവാഹിക അവസ്ഥകളെക്കുറിച്ച് വിമർശിക്കുന്നവർ എപ്പോഴും പറയുന്ന ഒരു ജൽപ്പനമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വികാരജീവിയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വികാരജീവിയായിരുന്നെങ്കിൽ, ഇവർ പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അമിത വികാരിയായിരുന്നെങ്കിൽ, ഈ 25 വയസ്സ് പ്രായമുള്ള യുവാവ് 40 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരിയെ എങ്ങനെയാണ് വിവാഹം ചെയ്യുക? മാത്രമല്ല, ആ സഹോദരി മുമ്പ് 2 ഭർത്താക്കന്മാർക്ക് വിവാഹിത ആയവരുമാണ്. ആദ്യം അതീഖ് എന്ന് പറയുന്ന ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു. പിന്നീട് ആ ഭർത്താവിന് ശേഷം അബൂ ഹാല എന്ന് പറയുന്ന ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു. അങ്ങനെ 2 ഭർത്താക്കന്മാരോട് കൂടെ ജീവിച്ച് അവരുടെ ശേഷമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ 40 വയസ്സുള്ള ഖദീജ ബീബിയെ വിവാഹം ചെയ്യുന്നത്. ആരെങ്കിലും പറയുമോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 25-കാരനായ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 40-കാരിയും പലതവണ വിവാഹിതയായ ഖദീജ ബീവി, 40-കാരിയായ ഖദീജ ബീവിയെ വിവാഹം ചെയ്തത് അമിത വികാരിയായത് കൊണ്ടാണ് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ സമയത്ത് ഖദീജ ബീവിയെ 40 വയസ്സുള്ള മുമ്പ് വിവാഹിതയായ ഖദീജ ബീവിയെ വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരനാണ്. മക്കയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടാൽ മോഹിക്കാത്ത
ഇഷ്ടപ്പെടാത്ത ഒരു കുടുംബമോ ഒരു സഹോദരിയോ ഒരു സ്ത്രീയോ ഉണ്ടാകില്ല. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല മാന്യന അൽ അമീൻ എന്ന് എല്ലാവരും വിളിക്കപ്പെടുന്ന സമയമാണത്. നുബുവത്ത് 40-ാം വയസ്സിൽ നുബുവത്തിന്റെ പ്രഖ്യാപനം വന്നപ്പോഴാണ് അവർ അൽ അമീൻ എന്നുള്ള വിളിയൊക്കെ നിർത്തിവെച്ചത്. അതുവരെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ വിളിച്ചിരുന്ന വിളി മുഹമ്മദ് എന്ന പേരിൻ്റെ പുറമെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ നൽകിയ സ്ഥാനപ്പേര് അവർ അൽ അമീൻ എന്നായിരുന്നു. വിശ്വസ്തൻ, എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റിയ മാന്യൻ എന്നായിരുന്നു. അപ്പോൾ സൗന്ദര്യത്തിലോ പരിപൂർണതയിലോ ഒന്നിലും ഒരു കുറവുമില്ലാത്ത സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബീവി അല്ലാത്ത മറ്റൊരു സ്ത്രീ ലഭിക്കാത്തത് കൊണ്ടല്ല ഖദീജ ബീവിയെ വിവാഹം ചെയ്തു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു അമിത വികാരിയായിരുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്, വമാ കാന ലഹുസ്മുൻ ഇല്ലൽ അമീനു ബൈനൽ ഉർബാൻ. അറബികൾക്കിടയിൽ ഖദീജ ബീവിയെ വിവാഹം ചെയ്യുന്ന സമയം അറബികൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അൽ അമീൻ വിശ്വസ്തൻ എന്നുള്ള പേര് അല്ലാതെ മറ്റൊരു പേരുണ്ടായിരുന്നില്ല. വേറെ ഒരു പേരും അവർ നല്ല പേരല്ലാതെ വേറൊരു പേരും അവർ വിളിക്കാറുണ്ടായിരുന്നില്ല. വലം യകുൽ ലഹു ഫിൽ ജമാലി വൽ കമാലി സാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗന്ദര്യത്തിലും സമ്പൂർണതയിലും നിസ്തുലനായിരുന്നു. ഒരു രണ്ടാമൻ മുത്തുനബിക്ക് സൗന്ദര്യത്തിലില്ലായിരുന്നു. അത് അന്നുമില്ല ഇന്നുമില്ല, ഒരു കാലത്തുമില്ല. സൗന്ദര്യത്തിലും കമാലിലും പരിപൂർണതയിലും മൂല്യങ്ങളിലും ഒരു രണ്ടാമനില്ലാത്ത ആളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വറാജിഹു അന്ന ലഹാ ഇദ്ദാക 40 സനത്തൻ മിനൽ അസ്നാൻ. പ്രബലമനുസരിച്ച് ഖദീജ ബീബി റളിയല്ലാഹു അൻഹക്ക് അന്ന് 40 വയസ്സാണുള്ളത്. വഖത്ത് ആഖബ അലിയ ഖബലഹു സൗജാൻ. മാത്രമല്ല ഖദീജ ബീബിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പായി 2 ഭർത്താക്കന്മാർ ഖദീജ ബീവിക്ക് വന്നിട്ടുണ്ട്. 2 ഭർത്താക്കന്മാരോട് കൂടെ ജീവിച്ചിട്ടുണ്ട്. അവ്വലുഹുമ അതീഖുൻ. ആദ്യമായി ഖദീജ ബീവിയെ വിവാഹം ചെയ്തത് അതീഖ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന് ശേഷം വസ്താനി അബൂഹാല. അദ്ദേഹത്തിന് ശേഷം അബൂഹാല എന്ന് പറയുന്ന ഭർത്താവ് വിവാഹം ചെയ്തു. ഈ 2 ഭർത്താക്കന്മാർക്കും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലഹുമാ മിൻഹൽ വിൽദാൻ. 2 ഭർത്താക്കന്മാർക്കും അതീഖ് എന്ന് പറഞ്ഞ ഭർത്താവിനും അബൂഹാല എന്ന് പറഞ്ഞ ഭർത്താവിനും ഖദീജ ബീവിയിൽ നിന്ന് സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കന്യകയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറബികളിൽ വെച്ച് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള കന്യകയെ, ഖുറൈശികളിൽ വെച്ച് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള കന്യകയെ ലഭിക്കാത്ത അവസ്ഥയല്ല ആ സമയത്ത്. പക്ഷേ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു കന്യകയെ വിവാഹം ചെയ്യാനല്ല ഉദ്ദേശിച്ചത്. പിന്നെന്താ ഉദ്ദേശിച്ചത്? അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം, 25 വയസ്സുള്ള ആ സമയത്ത് തന്നെ അറിയാം, 40-ാം വയസ്സിൽ ഞാൻ നുബുവത്തിൻ്റെ പ്രഖ്യാപനവുമായി വരേണ്ടി വരും. ആ സമയത്ത് ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധകനായി നിലകൊള്ളുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിന്തുണക്കാൻ, മുത്തുനബിയുടെ മനസ്സിന് കരുത്ത് നൽകാൻ, ജനങ്ങളെ ഒരു പുതിയ മതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ നിന്ന് സമാധാനിപ്പിക്കാൻ കരുത്തുറ്റ ഒരു ഇണയാണ് ആവശ്യം. അപ്പോൾ സ്വന്തം വൈകാരിക ചിന്തയോ അല്ലെങ്കിൽ ഭൗതിക ചിന്തയോ അല്ല, അതിനല്ല അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യം കൊടുത്തത്. മറിച്ച് അവിടെ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിനാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മാനവികത, യഥാർത്ഥ മനുഷ്യനായി ജീവിക്കാൻ, യഥാർത്ഥ മാനവികതയിലേക്ക്, മാനുഷിക മൂല്യങ്ങളിലേക്ക് എല്ലാ ജനവിഭാഗങ്ങളെയും ക്ഷണിക്കുക. അതാണല്ലോ വേണ്ടത്. അതാണ് ദീനുൽ ഇസ്ലാം. മതം എന്ന് പറയുമ്പോൾ, ദീനുൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ അതാണ്.
യഥാർത്ഥ മാനവിക മൂല്യങ്ങളിലേക്ക് എല്ലാ ജനങ്ങളെയും ക്ഷണിക്കുക. അതിനായി ഒരു ജീവിത പങ്കാളിയെ ആ പ്രബോധനത്തിനായി അന്നേരം റസൂലുള്ളാഹിക്ക് മനക്കരുത്ത് നൽകാൻ, അള്ളാഹുവിൻ്റെ ഹബീബിന് പിന്താങ്ങാൻ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അകത്തുനിന്നും പുറത്തുനിന്നും എല്ലാ നിലക്കും സപ്പോർട്ട് നൽകാൻ ഒരു ഭാര്യയെ, ജീവിത പങ്കാളിയെ അന്നേരം ആവശ്യമാണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി. അതുകൊണ്ട് അതിനാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യം നൽകിയത്. അപ്പോൾ ഖദീജ ബീവിക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നതിന് മുമ്പ് തന്നെ രണ്ട് ഭർത്താക്കന്മാരിൽ നിന്ന് മക്കളുണ്ട്. ഫലിൽ അവൽ അതീഖ് എന്ന് പറയുന്ന ആദ്യത്തെ ഭർത്താവിന് ബിൻതുൻ ഒരു മകളുണ്ടായിരുന്നു. വലിസാനി വലദാൻ അബൂ ഹാല എന്ന് പറയുന്ന രണ്ടാമത്തെ ഭർത്താവിന് 2 മക്കളും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യകത എന്താ നമുക്ക് മനസ്സിലായി. ഫകാനത്ത് ബിഹസ്മിഹ ഖൈറ മുസല്ലിയത്തിൻ ലഹു. അതുകൊണ്ട് തന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആ ഖദീജ ബീവിയുടെ മാനസിക ദാർഢ്യം കൊണ്ട്, മനക്കരുത്ത് കൊണ്ട് അള്ളാഹു ഖൈറ മുസല്ലിയത്തിൻ ലഹു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല സാന്ത്വനം നൽകുന്ന ആളായിരുന്നു. മുത്തുനബി തങ്ങൾക്ക് പ്രബോധനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ വന്നിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അത് മദീനയിലേക്ക് പോയതിന് ശേഷം നടന്ന ബദറിലോ ഉഹദിലോ ഹുനൈനിലോ ഖന്തഖിലോ ഒരു യുദ്ധത്തിലും അത്ര വലിയ പീഡനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻകാലത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വന്നതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ ഹബീബ് വിശദീകരിച്ചു കൊടുത്തു. ഖദീജ ബീബിയുമായി ജീവിക്കുന്ന മക്കയിലെ ആ കാലഘട്ടം, പ്രബോധനത്തിൻ്റെ ആദ്യ കാലഘട്ടം, അന്ന് അനുഭവിച്ച പീഡനങ്ങൾ പിന്നീട് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോഴല്ലേ നല്ലൊരു ബുദ്ധിമതിയും തൻ്റെ ഇടവുമുള്ള ഒരു ഭാര്യയുടെ പിന്തുണ ലഭിക്കേണ്ടത്, ഒരു ഭാര്യയുടെ സാന്ത്വനം ലഭിക്കേണ്ടത്. ഫകാനത്ത് ബിഹസ്മിയ ഖൈറ മുസല്ലിയത്തിൻ ലഹു. ഭാര്യ എന്ന് പറയുന്നത് കാര്യമായി ഒരു ഭർത്താവിന് മാനസികമായി ശക്തി പകരാനാണ് ഒരു ഭാര്യ. ഭർത്താവും അതിന് തന്നെയാണ്. ഒരു ഭാര്യയ്ക്ക് മാനസികമായ പിന്തുണ, ശക്തി നൽകാനാണ് ഭർത്താവ്. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ മാനസികമായ പൊരുത്തം എപ്പോഴും വേണം. പരസ്പര സ്നേഹം, പരസ്പരം രണ്ടുപേരും വിട്ടുവീഴ്ച മനോഭാവം, രണ്ടുപേരും ഓരോരുത്തരും മറ്റൊരാൾക്ക് താങ്ങായി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവണം. അപ്പോഴാണ് വൈവാഹിക ജീവിതം വിജയകരമാകുന്നത്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും വൈവാഹിക ജീവിതത്തിൽ വലിയ സന്തോഷവും വലിയ ഐക്യവും അല്ലാഹു തആല തരട്ടെ. ഐക്യവും സന്തോഷവും ഇല്ലാത്ത വൈവാഹിക ജീവിതം കൊണ്ട് ഉപകാരമില്ല. അപ്പോൾ ഫകാനത്ത് ബിഹസ്മിഹ ഖൈറ മുസല്ലിയത്തിൻ ലഹു. ഖദീജ റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നല്ലൊരു സാന്ത്വന പ്രവർത്തകയായി. മുഖവ്വിയത്തൻ ലിൽ ജനാൻ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക്, മനസ്സിന് ശക്തി പകരുന്നവരായി. അതാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആദ്യമായി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തതിലുള്ള യുക്തി. ഇദ് സാറ അലൈഹി അഹ്ലു മക്കത ഹീന ബല്ലഗ തൗഹീദ ഇലൽ ആദാൻ. ഇത് സാറ അലൈഹി അഹ്ലു മക്ക. മക്കക്കാര് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരിൽ വിപ്ലവം സൃഷ്ടിച്ചപ്പോൾ, അവർ എല്ലാ പീഡനങ്ങളും അഴിച്ചുവിട്ടപ്പോൾ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ ചീത്ത വിളിച്ചു, അവർ അധിക്ഷേപിച്ചു. ഈന ബല്ലഗ തൗഹീദ ഇലൽ ആദാൻ.
ഏകദൈവ വിശ്വാസം എല്ലാ കാതുകളിലേക്കും അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തിയപ്പോൾ ഖുറൈശികളുടെ കാതുകളിലേക്കെല്ലാം അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനത്തിൻ്റെ തൗഹീദിൻ്റെ ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രബോധനം എല്ലാവരുടെയും കാതുകളിലേക്ക് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചപ്പോൾ അവർക്ക് എല്ലാവർക്കും എതിർപ്പായി. ആ എതിർപ്പിൻ്റെ സമയം അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമാധാനം നൽകിയത് തൻ്റെ പത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഖദീജ ബീവിയെ ഓർക്കുമായിരുന്നു. പിൻകാലത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും തുടങ്ങുന്ന വലിയ മഹദിമാരൊക്കെ ആ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരോടൊക്കെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കാലത്തുണ്ടായിരുന്ന ആ ജീവിതത്തെ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കുവെക്കുമായിരുന്നു. ഖദീജ ബീവിയെക്കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു, കാനത്ത് വക്കാനത്ത്, ഖദീജ ബീവി ഇങ്ങനെയായിരുന്നു, ഖദീജ ബീവി ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആയിഷ ബീവി ഒരിക്കൽ പറയാണ്, നിങ്ങൾ എപ്പോഴും ഖദീജ ബീവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്താണ് ഖദീജ ബീവി അല്ലാത്ത വേറെ സ്ത്രീകളും നിങ്ങൾക്കില്ലേ? അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദീജ ബീവി കുറേ പ്രത്യേകതയുണ്ട് ഖദീജക്ക്. എൻ്റെ ഖദീജയാണ് എനിക്ക് എല്ലാ സമാധാനവും ശക്തിയും നൽകിയത്. എൻ്റെ ഖദീജയിൽ നിന്നാണ് എനിക്ക് സന്താനമുണ്ടായത്. ഖദീജയുടെ ശേഷം ഒരു ഭാര്യയിൽ നിന്നും സന്താനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും ആ ഖദീജ ബീവിയെ സ്മരിച്ചുകൊണ്ട് ഇടയ്ക്കിടെ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ സഹോദരിമാർക്കെല്ലാം ഫ്രണ്ട്സുകൾക്കെല്ലാം സുഹൃത്തുക്കൾക്കൊക്കെ ആടറുത്ത് ഇറച്ചി വിതരണം ചെയ്യാറുമുണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഖദീജ ബീവിയെക്കുറിച്ച് റസൂലുള്ളാഹി ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ എത്രയോ കൊതിച്ചു പോയി. ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, എനിക്ക് അങ്ങനെ ഒരു ഭാര്യയോടും അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യയോടും ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ തോന്നിയിട്ടില്ല. ഖദീജ ബീവിയെക്കുറിച്ച് മാത്രമാണ് ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് തോന്നിയത്. വതൂഫിയത്ത് ഇദ് ബഖിയത്ത് ലിൽ ഹിജ്റതി 3 ഔ സനതാൻ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താവുന്നത് ഹിജ്റ പോകുന്നതിൻ്റെ 3 വർഷം മുമ്പോ അല്ലെങ്കിൽ 2 വർഷം മുമ്പോ ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നത് എന്ന 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടി 53-ാമത്തെ വർഷമാണ് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നത്. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. ആ ഹിജ്റ പോകുന്നതിൻ്റെ 3 വർഷം മുമ്പ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി. അപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഭാര്യമാരെ സ്വീകരിക്കുന്നത്, ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്നത്, അവിടുത്തെ ബഹുഭാര്യത്വമൊക്കെ വരുന്നത് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 50 വയസ്സായ ശേഷമാണ്. ഖദീജ ബീവി ഉള്ള ടൈമിൽ മറ്റൊരു ഭാര്യയെയും അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടില്ല. 50 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മറ്റുള്ള എല്ലാ ഭാര്യമാരും റസൂലുള്ളാഹിയുടെ കൂടെ കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുഭാര്യത്വം അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അമിത വികാരിയായതുകൊണ്ട് ആണെന്ന് പറയുന്നത് വളരെ അസത്യമാണ്. വലം യതസവ്വജ് മഅഹാ ഉഖ്റാ. ഖദീജ ബീവിയുടെ കൂടെ മറ്റൊരാളെയും അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടില്ല. 50 വയസ്സ് വരെ അല്ലെങ്കിൽ 51 വയസ്സ് വരെ മറ്റൊരാളെയും അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടില്ല. ഫയാ വൈഹമൻ യസ്അമു അന്നഹു കാന ഷഹ്വാൻ. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അമിത വികാരിയാണെന്ന് ജൽപ്പിക്കുന്നവൻ്റെ ദുരവസ്ഥ എന്താണ്? എത്ര ദുരവസ്ഥയാണ് അവരുടേത്. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹ്വാനായിരുന്നു, അമിത വികാരിയായിരുന്നു എന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്നവർ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്നവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ യഥാർത്ഥത്തിൽ
ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കാത്തവരാണ്, മുഹമ്മദ് നബിയുടെ ജീവിത ശൈലി ഉൾക്കൊള്ളാത്തവരാണ്. എന്നാൽ മനസ്സിലാക്കിക്കോ, വലം യത്തഹിംഹു അഹദുൻ ബിമാ യുദന്നിസുൽ ഇഫ്ഫത വൽ ഇഹ്സാൻ. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരിത്ര ശുദ്ധി, അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധി, ചാരിത്രശുദ്ധി, ആ ചാരിത്രശുദ്ധിയെ വികലമാക്കുന്ന ഒരൊറ്റ കാര്യവും ആർക്കും അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തെറ്റിദ്ധാരണയായി പറയാനുണ്ടായിട്ടില്ല. മക്കൾക്കാർക്കും ഉണ്ടായിട്ടില്ല. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികൾ. മുത്തുനബിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിമർശനം പറയാനുണ്ടെങ്കിൽ, അവിടുത്തെ ചാരിത്രശുദ്ധിയെ വികലമാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, സംഭവങ്ങൾ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരത് പറഞ്ഞ് പരത്തുമായിരുന്നു. ആർക്കും പറയാനില്ല, ചരിത്രം അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. ശത്രുക്കളെ കൊണ്ട് വലയം ചെയ്തിരുന്ന ജീവിതമാണ് മക്കയിലെ ജീവിതം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുറം ലോകം അറിയേണ്ടതാണ്. മദീനത്തും ജൂതന്മാരും മുനാഫിഖീങ്ങളും ധാരാളം ഉണ്ടായിരുന്ന ജീവിതമാണ് മദീനയിലെ ജീവിതം. അപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുറം ലോകം അറിയേണ്ടതാണ്. പക്ഷേ ആർക്കും ഒരു തെറ്റിദ്ധാരണ പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, അവിടുത്തെ ചാരിത്രശുദ്ധി, ആ ചാരിത്രശുദ്ധിയെ വികലമാക്കുന്ന ഒരു തെറ്റിദ്ധാരണ പോലും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹ്വാനാവുക? വമാ കാനത് ലഹു ഖബ്ലൽ 50 മിൻ ഉംരിഹി സൗജാൻ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൻ്റെ 50 വയസ്സിന് മുമ്പ് 2 ഭാര്യമാരുണ്ടായിട്ടില്ല, ബഹുഭാര്യത്വമുണ്ടായിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. സുമ്മ ഫീ കുല്ലി നികാഹിഹി ഹികമുൻ തഅലീമിയ്യത്തുൻ വതശ്രീഇയ്യത്തുൻ വസിയാസിയ്യത്തുൻ വജ്തിമാഇയ്യത്തുൻ വനഫ്സിയ്യത്തുൻ ഔ ഹിക്മതാൻ. ഇനി ആ ബഹുഭാര്യത്വത്തെക്കുറിച്ച് പഠിച്ചാൽ, ഓരോ ഭാര്യയെയും അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തതിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പഠിച്ചാൽ, അതിൻ്റെ യുക്തിയെക്കുറിച്ച് പഠനം നടത്തിയാൽ മനസ്സിലാകും. ഓരോ വിവാഹത്തിലും, ഓരോ നിക്കാഹിലും, ഓരോ ഭാര്യമാരും ആ ജീവിതത്തിലേക്ക് കടന്നു വന്നതിൽ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചില പ്രത്യേക നേട്ടങ്ങൾ ഉണ്ടായിരുന്നു, ചില പ്രത്യേക യുക്തികൾ ഉണ്ടായിരുന്നു. ഫീ കുല്ലി നിക്കാഹി, അവിടുത്തെ ഓരോ വിവാഹത്തിലും ഉണ്ടായിരുന്നു. ഹികമുൻ തഅലീമിയ്യത്തുൻ, വിദ്യാഭ്യാസപരമായ തന്ത്രങ്ങൾ. ധാരാളം തന്ത്രങ്ങളുണ്ട്, ഒരു ഹിക്മത്തല്ല. എന്താ വിദ്യാഭ്യാസപരമായ തന്ത്രങ്ങൾ? അത് ഓരോ ഭാര്യമാരിലുമുണ്ട്. ഖദീജ ബീവി മുതൽക്ക് ലാസ്റ്റ് വരെയുള്ള ഓരോ ഭാര്യമാർ വിവാഹം ചെയ്തതിലും വിദ്യാഭ്യാസപരമായ, വിജ്ഞാനപരമായ ഹിക്മത്തുണ്ട്. അതെന്താ? ഭാര്യമാരാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പോലും അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അടുത്ത ശിഷ്യന്, സുഹൃത്ത് ആരാ? അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. പക്ഷേ ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് പോലും അറിയാൻ കഴിയാത്ത രഹസ്യങ്ങൾ, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ രഹസ്യങ്ങളും വേണമല്ലോ. ആ രഹസ്യങ്ങളും അത് മനസ്സിലാക്കി, അത് പുറം ലോകം അറിഞ്ഞ്, അതിലൊക്കെ പഠിക്കാനുണ്ടല്ലോ. വൈവാഹിക ജീവിതത്തിലുണ്ടാകുന്ന രഹസ്യങ്ങൾ, ഭാര്യമാരുമൊത്തുമുള്ള ജീവിതത്തിലുണ്ടാകുന്ന രഹസ്യങ്ങൾ, ആ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും സ്ത്രീകളുടെ മാത്രമായിട്ടുണ്ടാകുന്ന, സ്ത്രീകളുമായി ബന്ധപ്പെട്ട അവരുടെ പ്രത്യേകമായ സ്ത്രീകൾക്കുള്ള നിയമങ്ങൾ, പ്രസവ സമയത്തും ആർത്തവ സമയത്തും, അതുപോലെ പ്രസവാനന്തര രക്തം, അതുപോലെ ഇസ്തിഹാദത്ത്, സ്ത്രീകൾക്കുണ്ടാകുന്ന രോഗമായി വരുന്ന, ഇങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം ഉണ്ടാകുന്ന മസ്അലകൾ, മതവിധികൾ, അത് പഠിക്കാൻ ഒരു ഭാര്യ പോരാ. സ്ത്രീകൾ പലപ്പോഴും മറന്നുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ധാരാളം, ഒന്നിലധികം ഭാര്യമാർ നോട്ട് ചെയ്ത്, അവിടുത്തെ ജീവിതം നോട്ട് ചെയ്ത് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥയുണ്ടാകണം. അതുകൊണ്ട് തന്നെ മദീനയിലുണ്ടായിരുന്ന സഹോദരിമാർ
മദീന പള്ളിയിൽ നിന്നും കുറേ ദൂരെ താമസിക്കുന്ന സഹോദരിമാരൊക്കെ പല മസ്അലകളും ചോദിക്കാൻ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരെ മസ്അല ചോദിക്കാൻ ലജ്ജയുള്ള മസ്അലകളൊക്കെ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട മസ്അലകൾ, ആ മസ്അലകൾ ആയിഷ ബീവിയോടും ഹഫ്സ ബീവിയോടും റളിയല്ലാഹു അൻഹുന്ന ഇങ്ങനെയുള്ള ഭാര്യമാരോടാണ് ചോദിക്കാറുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ മുസ്ലിം ലോകത്തിന് എത്ര വലിയ വൈജ്ഞാനിക സമ്പത്താണ് മുസ്ലിം ലോകത്തിന് സമർപ്പിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹ 1210 ഹദീസുകൾ ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഹദീസുകളെല്ലാം മതനിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളാണ്. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ പറഞ്ഞത്, ഇബ്നു ഹജർ അൽ അസ്ഖലാനി അവർ പറഞ്ഞത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അഫ്ഖഹ സ്വഹാബ, സ്വഹാബത്തിൽ വെച്ച് മതവിധി അറിയുന്ന ഏറ്റവും വലിയ പണ്ഡിതയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. മതവിധി നോട്ട് ചെയ്ത ഏറ്റവും വലിയ പണ്ഡിതയായിരുന്നു. ആ പണ്ഡിതയെ ലഭിക്കണമെങ്കിൽ, അങ്ങനെ ഒരു പണ്ഡിതയെ ലഭിക്കണമെങ്കിൽ നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയായിരിക്കണം, നല്ല ഓർമ്മശക്തിയും നല്ല തൻ്റെ ഇടവും നല്ല ദിഷണയുമുള്ള പെൺകുട്ടിയായിരിക്കണം. അതിനായി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ശൈശവത്തിലുള്ള കളികളും ശൈശവത്തിലുള്ള ചലനങ്ങളൊക്കെ കണ്ടപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലായി, ഈ കുട്ടി തിരക്കടില്ല. അങ്ങനെ ശൈശവത്തിൽ തന്നെ വിവാഹം ചെയ്ത ആളാണ് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി. അപ്പോൾ ഓരോന്നിലും ഹിക്കമുൻ തഅലീമിയത്തുൻ, അതിൽ അറിവുമായി ബന്ധപ്പെട്ട ഹിക്മത്തുണ്ട്. മുത്തനബി അറിവ് പറഞ്ഞു കൊടുക്കാനാണ്, ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും അറിവ് പറഞ്ഞു കൊടുക്കാനാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ആ അറിവുകൾ മുത്തനബിയിൽ നിന്ന് 24 മണിക്കൂറും പൊതുജനങ്ങളെ കൂടെ നിൽക്കാത്ത സമയങ്ങളിലെല്ലാം മുത്തനബിയോട് കൂടെ ജീവിക്കുന്നവരാണ് ഭാര്യമാർ. ആ ഭാര്യമാർ ഓരോ ചലനങ്ങളും ഓരോ സംസാരത്തിലും മുത്തനബിയുടെ മുഴുവൻ സംസാരങ്ങളും അനക്കങ്ങളും ഒതുക്കങ്ങളും എല്ലാം അറിവുകളാണ്. അതെല്ലാം ഒപ്പിയെടുത്ത് അത് മുസ്ലിം ലോകത്തിന് സമർപ്പിച്ചു അവിടുത്തെ ഭാര്യമാർ. വതശ്രീഇയ്യത്തുൻ, അതുപോലെ നിയമം നടപ്പാക്കുക, മതവിധി. ചില മതവിധികൾ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കി കാണിച്ചു കൊടുക്കണം. അങ്ങനെ ചില ഹിക്മത്തുകളുമുണ്ട്. ഉദാഹരണമായി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതിൽ ചില മതവിധി കാണിച്ചു കൊടുക്കലുണ്ട്. എന്താണ് ആ മതവിധി? ശൈശവത്തിൽ വിവാഹം ചെയ്യുന്നൊരു പതിവ് അറബികൾക്കുണ്ടായിരുന്നു. ചെറിയ മക്കളെ, 7 വയസ്സുള്ള കുട്ടിയെ, അതിലും താഴെയുള്ള പ്രായമുള്ള കുട്ടികളെ, പ്രായപൂർത്തിയാവാത്ത ചെറിയ പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്ന പതിവ് അറബികൾക്കുണ്ടായിരുന്നു. പല പതിവുകളെയും ഇസ്ലാം മാറ്റം വരുത്തിയിട്ടുണ്ട്. പാടില്ല എന്ന് പറഞ്ഞ് ഇസ്ലാം അതിനെ വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പറ്റുമോ പറ്റില്ലയോ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് ചെറിയ മക്കളെ, പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്നതിന് പ്രശ്നമില്ല, വിവാഹം ചെയ്ത് വെക്കുന്നതിന് പ്രശ്നമില്ല, നേരത്തെ നിക്കാഹ് ചെയ്ത് വെക്കുന്നതിന് പ്രശ്നമില്ല. ഭാര്യ ഭർത്താവുമായി ജീവിക്കാൻ പറ്റുന്ന സമയമായതിന് ശേഷം ഭർത്താവിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. പക്ഷേ നേരത്തെ നിക്കാഹ് ചെയ്ത് വെക്കുന്നതിന് പ്രശ്നമില്ല എന്ന് പഠിപ്പിക്കാൻ. വസിയാസിയ്യത്തുൻ, അതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള തന്ത്രങ്ങളുമുണ്ട്, രാഷ്ട്രീയപരമായ തന്ത്രങ്ങളും ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹത്തിൽ രാഷ്ട്രീയമായ തന്ത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുത്തനബിയുടെ 4 മന്ത്രിമാരാണ്. മുത്തനബിയുമായി ഏറ്റവും ബന്ധപ്പെട്ട 4 സെക്രട്ടറിമാരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നുൽ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു. ഈ 4 പേരുമായി അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വൈവാഹിക ബന്ധം സ്ഥാപിച്ചു. അപ്പോൾ അവർ കുടുംബബന്ധം, ഖുറൈശികളാണ് അവരെല്ലാം. കുടുംബബന്ധത്തിൻ്റെ പുറമെ അവരുമായി ഒരു വൈവാഹിക ബന്ധം കൂടെ സ്ഥാപിച്ച് അവരെ എപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
അവരുമായി ബന്ധപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ, അവരിങ്ങോട്ട് എന്തുകൊണ്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെല്ലാം അടുത്ത് തന്നെ അവരെ മുത്തനബി കൊണ്ടു നടന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി വൈവാഹിക ബന്ധം സ്ഥാപിച്ചത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളെ വിവാഹം ചെയ്തു, ആയിഷ റളിയല്ലാഹു അൻഹയെ. അലി റളിയല്ലാഹു അൻഹുമായി ബന്ധം സ്ഥാപിച്ചത് അലി റളിയല്ലാഹു അൻഹയ്ക്ക് മുത്തനബിയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അങ്ങോട്ട് വിവാഹം ചെയ്തു കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹുമായി ബന്ധമുണ്ടായത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അവർക്ക് റസൂലുള്ളാഹിയുടെ രണ്ട് പെൺമക്കളെ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ അതിൽ രാഷ്ട്രീയപരമായ ഒരു താല്പര്യം അതിലുണ്ട്, ഹിക്മത്ത് അതിലുണ്ട്. വജ്തിമാഇയ്യത്തുൻ, അതുപോലെ ഇജ്തിമാഇയായ സാമൂഹികപരമായ താല്പര്യങ്ങളും യുക്തികളും ചില വിവാഹങ്ങളിലുണ്ട്. ഉദാഹരണമായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് അതിൽ സാമൂഹികമായ യുക്തിയുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഞാൻ ഉദാഹരണം മുൻകൂട്ടി സൂചിപ്പിക്കുകയാണ്, അത് മനസ്സിലാവാൻ വേണ്ടി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ഉഹദ് യുദ്ധത്തിൽ വഫാത്താകുമ്പോൾ 4 യതീമക്കളാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക്. ഈ 4 യതീമക്കളെ യതീമുകളാണ്, എങ്ങനെ സംരക്ഷിക്കും, എങ്ങനെ കൊണ്ടു നടക്കുമെന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആലോചിച്ച് വലിയ ദുഃഖിതയായി ഇരിക്കുന്ന സമയത്താണ് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംരക്ഷണം ഏറ്റെടുക്കുകയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ നഫ്സിയ, സൈക്കോളജിക്കലായ മനഃശാസ്ത്രപരമായ യുക്തികളും ഉണ്ട്. അത് മനഃശാസ്ത്രപരമായ യുക്തി എല്ലാറ്റിലും ഉണ്ട്. വിദ്യാഭ്യാസപരമായ യുക്തിയും മനഃശാസ്ത്രപരമായ യുക്തിയും ഇജ്തിമാഇയായ സാമൂഹികപരമായ യുക്തി ഇതെല്ലാറ്റിലും കാണും. സൈക്കോളജി ഇല്ലാത്ത ഒരു വിവാഹവും സൈക്കോളജിക്കലായ യുക്തിയെ പരിഗണിക്കാത്തൊരു വിവാഹമല്ല. സൈനബ് റളിയല്ലാഹു അൻഹ, അവര് ഒരു രാജ്ഞിയായിരുന്നു, നല്ല സുന്ദരിയുമായിരുന്നു. യുദ്ധത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹ ബന്ദിയായി പിടിക്കപ്പെടുകയും ആ സൈനബ് റളിയല്ലാഹു അൻഹ സ്വഹാബത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ കയ്യിലാവുകയും ചെയ്തു. അന്നേരം ഒരു രാജ്ഞിയായി ജീവിച്ച സുന്ദരിയുമായിരുന്ന ഒരു പെണ്ണ്, ഒരു സഹോദരി, ഒരു സാധാരണ മനുഷ്യൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ആ സഹോദരിക്കുണ്ടാകുന്ന മാനസികമായ പീഡനം, വിഷമം, ആ അവസ്ഥ മനസ്സിലാക്കി അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി ആ സ്വഹാബി ത്വലാഖ് ചൊല്ലുകയും ആ സ്വഹാബി സൈനബ് റളിയല്ലാഹു അൻഹ അടിമയാക്കി വെക്കുന്ന അടിമയും കൂടെയാണ്. ആ അടിമയായ സൈനബ് റളിയല്ലാഹു അൻഹയെ ഇത്ഖ് ചൊല്ലിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. സൈനബ് റളിയല്ലാഹു അൻഹ ഇസ്ലാം വിശ്വസിക്കുകയും ചെയ്തു, അതിനുശേഷം വിവാഹം ചെയ്തു. അങ്ങനെ മനഃശാസ്ത്രപരമായിട്ടുള്ള യുക്തികളും എല്ലാറ്റിലുമുണ്ട്. ഔ ഹിക്മത്താൻ, അല്ലെങ്കിൽ 2 ഹിക്മത്തുണ്ടാവും, ധാരാളം ഹിക്മത്തുണ്ടാവും, അല്ലെങ്കിൽ 2 ഹിക്മത്തെങ്കിലും ഇല്ലാത്ത ഒരു വിവാഹവുമില്ല. തഅലീമിയായ ഹിക്മത്ത്, വിദ്യാഭ്യാസപരമായ ഹിക്മത്ത്, 2 സൈക്കോളജിക്കലായ ഹിക്മത്ത്, ഈ രണ്ടാലൊന്നില്ലാത്ത ഒരു വിവാഹമല്ല. ചിലതിൽ 2ൽ കൂടുതൽ ഹിക്മത്തുകളുണ്ടാവും. വമാ കാന ലിഗറദിൻ ഷഹ്വാനിയിൻ, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം ഭാര്യമാരെ വിവാഹം ചെയ്തത് അത് വൈകാരികമായ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നില്ല, കേവലം വൈകാരികമായ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നില്ല. കമാ യസ്അമുൽ അഫാഖൂനൽ അത്തുആൻ, വിമർശകരായ നുണയന്മാർ അങ്ങനെയാണ് ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങളെല്ലാം അത് കേവലം വൈകാരികമായ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു എന്ന്
അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കുകയും അങ്ങനെ ചില ഹദീസുകളെയും ചില ഖുർആനിക വചനങ്ങളൊക്കെ അങ്ങനെ അവർ വളച്ചൊടിക്കുന്നുമുണ്ട്. ഇൻഷാ അള്ളാഹ് അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.